നമുക്ക് ഇടുക്കിയിലെ സാഹചര്യം കൂടി നോക്കണം. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, ശക്തമായ മഴയായിരുന്നു ഇടുക്കിയിൽ. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉൾപ്പെടെ ഉയരുന്നുണ്ടായിരുന്നു. റെഡ് അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഴയുണ്ടോ അവിടെ? മഴക്കെടുതികൾ എത്രത്തോളം ഉണ്ട്? വിനീത, റെഡ് അലേർട്ട് ആണെങ്കിലും ജില്ലയിൽ മഴയ്ക്കൊരു ശമനമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലെ കാലാവസ്ഥയിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് നിലവിലെ കാലാവസ്ഥ. മഞ്ഞും മഴയും കാറ്റും കൂടിയൊരു കാലാവസ്ഥയാണ് ഇടുക്കിയിൽ വിവിധയിടങ്ങളിൽ നിലനിൽക്കുന്നത്. മഴ അല്പം കുറഞ്ഞതോടെ മഞ്ഞു മൂടിയ കാലാവസ്ഥയാണ് എല്ലായിടത്തും. പലയിടങ്ങളിലും റോഡ് പോലും കാണാൻ പറ്റാത്ത നിലയിലേക്ക് മഞ്ഞു മൂടിയ അന്തരീക്ഷം എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ തണുപ്പിന് യാതൊരു കുറവുമില്ല. നല്ല അടിപൊളി തണുപ്പും കൂടിയാണ് നിലവിലെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറയാനുള്ളത്. അതിന് മൂന്നാറിന് സമാനമായ തണുപ്പ് വിവിധയിടങ്ങളിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മഴക്കെടുതി ജില്ലയിൽ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനീത സൂചിപ്പിച്ച പോലെ തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 134.15 ആണ് ഏറ്റവും ഒടുവിൽ നൽകിയ കണക്ക് പ്രകാരം അണക്കെട്ടിലെ ജലനിരപ്പ് എന്ന് പറയുന്നത്. 136 എത്തുകയാണെങ്കിൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൂടാതെ പാമ്പള, കല്ലാർകുട്ടി ഡാമുകളുടെ അണക്കെട്ടിലെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടി വരുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ പെരിയാറിന്റെ തീരത്തുള്ള ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് പറയുന്നത്. പൊന്മുടി, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ ഇതിനോടകം തന്നെ ഉയർത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ള ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു സംഭവം, അടിമാലി വെള്ളത്തുവൽ റോഡിൽ മരം കടപുഴകി വീണ ഗതാഗതം താൽക്കാലികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അടിമാലിൽ നിന്ന് വരുന്ന യാത്രക്കാർ, രാജാക്കാട്ടിലേക്ക് പോകുന്ന യാത്രക്കാർ കുഞ്ചിത്തണ്ണി വഴി തിരികെ പോകണമെന്നും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. എന്താണെങ്കിലും മഴ ശക്തമാകുമ്പോഴും കാര്യമായ മഴക്കെടുതികൾ ഇല്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നിലവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ ജലവിനോദങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാഹസിക വിനോദങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഗ്യാപ്പ് റോഡ് വഴിയുള്ള ഗതാഗതം, രാത്രി ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. അത് ഇന്ന് രാത്രി വരെയായിരുന്നു ആ നിയന്ത്രണങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ വരുന്ന 3 ദിവസം കൂടി ഓറഞ്ച് അലർട്ട് ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ വരും ദിവസങ്ങളിലും ഇന്നത്തേതിന് സമാനമായ നിയന്ത്രണങ്ങൾ തുടരാനാണ് സാധ്യത. വിനീത, ശരി, നല്ല ചില്ലിംഗ് വെതർ ആണ് അവിടെ എന്നാണ്. മൂന്നാറിന് സമാനമായ കാലാവസ്ഥയാണ് എല്ലായിടത്തും എന്നാണ് ഇപ്പോൾ രാഹുൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും മലയോര മേഖലയിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കുക. രാത്രി യാത്ര പരമാവധി ഒഴിവാക്കുക. മഴ ഇങ്ങനെ കനക്കുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.